പുനത്തിൽ സ്മൃതി, അതാണ് ഈ സെഷൻ്റെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. പ്രിയപ്പെട്ട പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന എഴുത്തുകാരനെ സംബന്ധിച്ചുള്ള ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ കൃതികളെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശിഷ്ട അതിഥികളുടെ കാഴ്ചപ്പാടുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പുനത്തിലെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു സാഹിത്യകാരനാണോ, ഡോക്ടറാണോ, ഒരു വ്യക്തിയാണോ ഒന്നുമല്ല, വടകരയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പുനത്തിൽ എന്ന പേര് തന്നെ. ആ അർത്ഥത്തിൽ നമ്മോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന, മലയാള ഭാഷയോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പുനത്തിൻ്റെ കൃതികളുമായും ആ കൃതികളോടൊപ്പം വായന അനുഭവങ്ങളും ഓർമ്മകളുമായിട്ട് നമ്മോട് സംസാരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നിരൂപകനും മാധ്യമപ്രവർത്തകനും ഒക്കെയായ കേരളത്തിൻ്റെ അഭിമാനമായ ഡോക്ടർ PK രാജശേഖരനാണ്. അദ്ദേഹത്തെ ഈ വിഷയത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളോടൊപ്പം പങ്കുവെക്കാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഒന്ന് ഓർമ്മകൾ പറയാം. അതിനേക്കാൾ സത്യത്തിൽ ഞാൻ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികളെക്കുറിച്ചാണ്. എന്താണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള മലയാള സാഹിത്യത്തിന് നൽകിയ എക്സ്റ്റൻഷൻ? നിലവിലുള്ള മലയാള സാഹിത്യത്തിൽ ആധുനികതയുടെ കാലത്ത് എന്തായിരുന്നു പുനത്തിൽ കുഞ്ഞബ്ദുള്ള തൻ്റെ കഥകളിലൂടെയും നോവലുകളിലൂടെയും ഒരു വിപുലനം നൽകി ഒരു പുതിയ സൗന്ദര്യബോധം അവതരിപ്പിച്ചു. അതിൻ്റെ പേരിലാണ് നമ്മൾ പുനത്തിലിനെ നിരന്തരമായി ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പുനത്തിലുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ചില ഓർമ്മകൾ പങ്കുവച്ചാൽ, എന്നെക്കാളും ഓർമ്മയുള്ള പല ആളുകളും ഇവിടെ ഇരിപ്പുണ്ടെന്ന് അറിയാം. അദ്ദേഹമായിട്ട് അരനൂറ്റാണ്ടിലധികം ബന്ധമുള്ള ആളുകൾ വരെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഒരു 25 കൊല്ലം മുമ്പ് ഡൽഹിയിൽ ഞാനൊരു വീട് വയ്ക്കാൻ തീരുമാനിച്ചു. ഡൽഹിയിലല്ല, കേരളത്തിലാണ്. വീട് വയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ പറഞ്ഞ് ഒരു വീട് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയ ഒരാനാണ്. എനിക്കിതിലൊക്കെ നല്ല ധാരണയാണ്. ഇതൊക്കെ ഞാൻ വാങ്ങി വേണ്ട ഉപദേശങ്ങളെല്ലാം തരാം. അപ്പോൾ ഞാൻ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലിസ്റ്റ് ഉപദേശം തന്നാൽ സ്വീകരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സാധനം വാങ്ങാനായിട്ട് ഞാൻ മൂന്തേട്ടൻ്റെ അടുത്ത് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് അവിടെ ഇരിക്കുക. ആ സമയത്ത് മൂന്തേട്ടൻ പൊടുന്നനെ വിളിച്ചു, എന്നെക്കാളും വലിയ ഒരു ഭവന നിർമ്മാണ വിദഗ്ധൻ വന്നിട്ടുണ്ട്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള. അത് ഹരിദ്വാറിൽ നിന്ന് വരികയാണ്. അപ്പോൾ നാളെ രാവിലെ നീ റെഡിയായി നിൽക്കണം, അദ്ദേഹം വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും മുത്തേട്ടനും കൂടി കുഞ്ഞിക്കെ കാത്തു നിൽക്കുന്നു. കുഞ്ഞിക്ക രാജകീയ പ്രൗഢിയോടെ വരുന്നു. M3 കുറച്ച് തുറയുന്നു. അങ്ങനെ ഞങ്ങൾ പല സാധനങ്ങൾ വാങ്ങാൻ പോയി. എല്ലാം വാങ്ങി കഴിഞ്ഞപ്പോൾ കുഞ്ഞബ്ദുള്ള പറഞ്ഞു, നമുക്ക് ദില്ലി ഹാട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം. ദില്ലി ഹാട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗ്രാമീണരായ കരകൗശല വിദഗ്ധന്മാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കാവുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഒന്നിലേറെ ദില്ലി ഹാട്ടുകളുണ്ട്. അന്ന് ഒരു 25 കൊല്ലം മുമ്പ് ഒരെണ്ണേ ഉള്ളൂ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷണം അവിടെ കിട്ടും. അതിൻ്റെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അപ്പോഴേ തർക്കം തുടങ്ങി, എവിടുത്തെ ഭക്ഷണം കഴിക്കണം. അവസാനം പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞ്, ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഭക്ഷണം UP-ക്കാരുണ്ടാക്കുന്നതാണ്. അപ്പോൾ M3 പറഞ്ഞ് പഞ്ചാബികൾ ഉണ്ടാക്കുന്നതാണെന്ന്. അപ്പോൾ കുഞ്ഞിക്ക പറഞ്ഞ്, UP ജീവിച്ച എനിക്കറിയാം UP-ക്കാരുണ്ടാക്കുന്നത്, നിനക്ക് പഞ്ചാബൊന്നും അറിയാൻ വയ്യ, നിർത്തിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ UP-യിൽ ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വലിയ ആൾക്കൂട്ടുണ്ട്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള കാണാനില്ല. എവിടെ അപ്പോൾ M3 വലിയ പരിഭ്രമമായി. അയ്യോ, കുഞ്ഞിക്കെ കാണാനില്ല, ഇതിനിവിടെ പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ പുള്ളി പരിഭ്രമിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കാണുന്ന രംഗം എന്ന് പറഞ്ഞാൽ, കുഞ്ഞിക്ക ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ്, ശ്രീകൃഷ്ണനെ പോലെ. കുഞ്ഞിക്കയുടെ ചുറ്റും കുറേ പെൺകുട്ടികൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. കുഞ്ഞിക്ക ഇങ്ങനെ കിടക്കുന്നു, യേശുവിനെ പോലെ. 2 കൈയും എന്ന് വെച്ചാൽ 2 കൈയിലും പുള്ളി മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചോദിച്ചു, ഇത് ഒരു കയ്യിലിട്ടാൽ പോരെ, എന്തിനാ ഈ 2 കയ്യിലിടുന്നത്?
അപ്പൊ പിന്നെ ഈ കയ്യിൽ പിടിക്കാൻ ആൾ വേണ്ടെന്നാ ചോദ്യം. ഇത് മൈലാഞ്ചിയോടുള്ള സ്നേഹമല്ല, ഈ മൈലാഞ്ചി ഇടുന്നവരോടുള്ള അങ്ങനെ രണ്ട് കയ്യിലും മൈലാഞ്ചി ഇട്ട് ഇങ്ങനെ ആസ്വദിച്ചു വന്ന കുഞ്ഞിക്ക എല്ലാ സാധനവും വാങ്ങുന്നതിൽ എല്ലാത്തിലും ആധികാരികമായ അഭിപ്രായം പറഞ്ഞ ഒരു കുഞ്ഞിക്ക. പിന്നെ എൻ്റെ മറ്റൊരോർമ്മ, ഒരുപാട് ഓർമ്മകളുണ്ട്. അതിലൊന്ന് മരിച്ചുപോയ ശോഭന പരമേശ്വരൻ നായർ. അപ്പം അണ്ണൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഞാനൊക്കെ ശരിക്കും അണ്ണനല്ല അപ്പൂപ്പനെ വിളിക്കേണ്ടത്, അത്രയും വലിയ പ്രായ വ്യത്യാസമാണ്. അപ്പോൾ അളകാപുരിയിലെ ഒരു വലിയ സംഘമാണ് കോഴിക്കോട്ട്. അക്കിമിനറിയാം അളകാപുരിയിൽ. അപ്പോൾ ആ കൂട്ടത്തിലെ ബോയി ഞാനാ. അപ്പോൾ കുഞ്ഞബ്ദുള്ള ആദ്യമേ തീരുമാനിച്ച് ഒരടിമ വേണം ഈ സദസ്സിൽ. അത് എന്നെ ഒരു അടിമയായി പുള്ളി പ്രഖ്യാപിച്ച്. അങ്ങനെ കാരണം അണ്ണൻ അവിടെ ഇരിക്കുക, ശോഭന പ്രവേശനത്തിന് മുമ്പിൽ ഇവരെല്ലാം അറ്റൻഷൻ അടിച്ചിരിക്കും. അങ്ങനെ അത് ഒരുപാട് സമയം നീണ്ട ഒരു വലിയ സദസ്സാണ്. ആ സദസ്സിൽ നിന്നാണ് ഞാൻ ഈ വളരെ സീനിയറായ 60കളിലും 50കളിലെയും യൗവനം ചെലവഴിച്ച മനുഷ്യർ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്ന് ഈ കുഞ്ഞിക്കയെ കഥ കൊണ്ടുപോകുന്നത് ശോഭന പരമേശ്വരൻ നായരാ പറയുന്ന മുഖ്യ വേഷം അഭിനയിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു വലിയ രാത്രി അങ്ങനെ സമ്മാനിച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞിക്കയുടെ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഇങ്ങനെ രസിക്കുകയും അതേസമയം വളരെ സീരിയസ് ആയി ജീവിതത്തിൻ്റെ വശങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നൊരു എഴുത്തുകാരൻ. ഇതാണ് കുഞ്ഞിക്കയുടെ ഏറ്റവും മികച്ച നോവലായ സ്മാരകശിലകളിലുള്ളത്. എനിക്ക് ശേഷം സംസാരിക്കാൻ എന്ന ഹക്കീം ഒരുപാട് കാര്യങ്ങൾ പറയും. ഞാൻ ഈ ഒരൊറ്റ നോവലിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഈ നോവലിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഈ നോവൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സീരിയലൈസ് ചെയ്ത് വരുന്നത് 77-ലാണ്. 78-ൽ ഈ നോവൽ വരുന്നു. ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകത, അടിയന്തരാവസ്ഥ 75 ജൂൺ 25 മുതൽ 77 വരെ അടിയന്തരാവസ്ഥയായിരുന്നു. ഈ സമയത്ത് നമ്മുടെ സാഹിത്യം ഒന്നും തന്നെ അച്ചടിക്കാവുന്ന ഒരവസ്ഥയായിരുന്നില്ല. അത് കഴിഞ്ഞ് ആദ്യം വരുന്ന നോവൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ അഗ്നിസാക്ഷിയാണ്, ലളിതമിക അന്തർജനത്തിൻ്റെ. ആ നോവൽ സീരിയലൈസ് ചെയ്ത് അവസാനിച്ച ഉടൻ ആണ് സ്മാരകശിലകൾ പ്രത്യക്ഷപ്പെടുന്നത്. സ്മാരകശിലകൾ എങ്ങനെയാണ് ഒരു മിത്തായി വളരുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത്. അതുവരെയുള്ള മലയാളത്തിലെ കഥ പറച്ചിൽ രീതിയെ വളരെ വ്യത്യസ്തമാക്കി മാറ്റി. അതുവരെയുള്ള ആ കഥ പറച്ചിൽ രീതിയെ അവസാനിപ്പിച്ച് പുതിയൊരു നോവൽ നറേറ്റീവ് കൊണ്ടുവരുന്നു. അതായത് ഖസാക്കിൻ്റെ ഒരു വലിയ നിഴൽ വീണ് കിടക്കുകയായിരുന്നു മലയാളത്തിൽ. ആ നിഴൽ എപ്പോഴും അവിടെ കിടപ്പുണ്ട്, അതിൽ മോചനമില്ല മലയാളിക്ക്. കാരണം ഓരോ വർഷവും പുതിയ തലമുറയിലെ കുട്ടികളും വന്ന് അത് വായിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റു പല നോവലുകളും ഫെയ്ഡ് ചെയ്തു പോയെങ്കിലും. പക്ഷേ ആ ഖസാക്കിൻ്റെ നിഴൽ തലമുറയിൽ നിന്ന് മോചനം നേടാനുള്ള മലയാളത്തിലെ ആധുനികത നോവലിൻ്റെ ആദ്യ ശ്രമം കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ ആയിരുന്നു. ആ ഒഞ്ചിയം, ഈ നാദാപുരം റോഡ് എന്നൊക്കെ പറഞ്ഞ ആ പ്രദേശം മുതലുള്ള കാരക്കാട് എന്നല്ലേ ആ സ്ഥലത്തിൻ്റെ പഴയ പേര്. ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം അതിൻ്റെ ജോഗ്രഫി. അവിടുന്ന് അതിനു മുമ്പ് എസ്.കെ. പൊറ്റക്കാടാണ് ഒരു സ്ഥലത്തിൻ്റെ ഒരു സ്ഥല നിർമ്മാണം നടത്തിയത്. ഒരു തെരുവിൻ്റെ കഥയിലായാലും ഒരു ദേശത്തിൻ്റെ കഥയായാലും സ്ഥലത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പുതിയൊരു സൗന്ദര്യശാസ്ത്രം ഉണ്ടാക്കി. അതിനു മുമ്പ് ഖസാക്ക് അതുണ്ടാക്കി. എങ്കിലും അതിനെ മിത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് സ്മാരകശിലകളുടെ പ്രത്യേകത. സ്മാരകശിലകളിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അതിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ചരിത്രം ഒരു പാരഗ്രാഫിലേക്ക് ചുരുങ്ങിപ്പോയി എന്ന ഒഞ്ചിയത്തെ വെടിവയ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒറ്റ പാരഗ്രാഫിലേക്ക് ചുരുങ്ങുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ആ സ്ഥലത്ത് ജീവിച്ച കുഞ്ഞബ്ദുള്ളയെ പോലെ ഒരു എഴുത്തുകാരൻ, വലിയ എഴുത്തുകാരൻ, എന്തുകൊണ്ടാണ് ഒഞ്ചിയത്തിൻ്റെ രാഷ്ട്രീയം അതിൽ നിന്ന് ഇല്ലാതാക്കിയത്? അപ്പോൾ അത് സത്യത്തിൽ കുഞ്ഞബ്ദുള്ള പുരോഗമനാത്മകമായി ചിന്തിക്കാത്തത് കൊണ്ടോ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രജ്ഞ ഇല്ലാത്തതോ കൊണ്ടോ അല്ല, മറിച്ച് ആ നോവലിൽ ആ രാഷ്ട്രീയ അംശങ്ങൾ കൂടുതലായി കടന്നു വന്നെങ്കിൽ ഇന്ന് ആ നോവലിനുള്ള ആ മുറുക്കമുണ്ടല്ലോ, അതിൻ്റെ ശില്പഭദ്രത അത് മുഴുവൻ നഷ്ടപ്പെടുകയും അതിനകത്ത് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു മിത്തിൻ്റെ ഇമേജ് ഉണ്ടല്ലോ അത് മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു. അതൊരു വിദഗ്ധനായ കലാകാരന് മാത്രമേ ആ ചരിത്രത്തിൻ്റെ വലിയ ആകർഷണമുണ്ട്. ആ ഒഞ്ചിയം സമരവുമായി ബന്ധപ്പെട്ട ചരിത്രം വലിയൊരു ആകർഷണമാണ്. ആ ആകർഷണത്തിൽ നിന്ന് അദ്ദേഹത്തിന് മുക്തനായാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴും മലയാള നോവലിലെ വളരെ പ്രധാനപ്പെട്ട രചനകളിലൊന്നായി സ്മാരകശിലകളെ നിലനിർത്തുന്നത്. സ്മാരകശിലകൾ മാത്രമല്ല, അതിനു മുമ്പ് എഴുതിയ അദ്ദേഹത്തിൻ്റെ കഥകളുണ്ട്, കത്തി, മരുന്ന് പോലുള്ള നോവലുകൾ. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ പ്ലേജറിസം എന്നൊരു വിഷയമുണ്ട്. ഇന്ന് പ്ലേജറിസത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഇന്ന് പ്ലേജറിസം ഒരു ലിറ്റററി തിയറിയുടെ ഭാഗമാണ്.
കേരളത്തിൽ ആരും അങ്ങനെയല്ല. പണ്ട് ആളുകൾ മറ്റൊരാശയത്തിൻ്റെ സ്വീകരണത്തെ അനുകരണം, മോഷണം എന്നൊക്കെ പറയുന്ന ഒരല്പത്തരം നമുക്കുണ്ടായിരുന്ന ഒരു കാലമാണ്. അങ്ങനെ ഒരു കാലത്താണ് കന്യാവനങ്ങൾ എന്ന് പറഞ്ഞ നോവൽ വരികയും ഞങ്ങളുടെയൊക്കെ ഒരു പൊതു സുഹൃത്ത് തന്നെ അതൊരു ആരോപണമായിട്ട് ഉന്നയിക്കുകയും ടാഗോറിൻ്റെ കുറച്ച് കപ്പൽ യാത്രാ വരികൾ കുഞ്ഞബ്ദുള്ള എടുത്തു. ആ കാലത്ത് വലിയ പത്രവാർത്തയായി, ഒരു നോവൽ പത്രവാർത്തയായി തീരുന്ന ഒരു സന്ദർഭം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാം മുഴുവൻ പ്ലേജേഴ്സ് എന്ന് പറയേണ്ടി വരില്ല അല്ലേ? മഹാഭാരതത്തിലെ കഥയാണല്ലോ, പുതിയ കഥാപാത്രങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഒരർത്ഥത്തിൽ പ്ലേജറിസം. അങ്ങനെ ആണെങ്കിൽ പറഞ്ഞു പോയാൽ മനുഷ്യജീവിതത്തിനെ പ്ലേജറൈസ് ചെയ്യല്ലേ എല്ലാ എഴുത്തുകാരും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നാണെങ്കിൽ നമ്മൾ അത് പ്ലേജറിസമായി ആരും കാണുകയില്ല. ഇറ്റ്സ് റെഫറൻസസ്. ലിറ്ററേച്ചറിൽ നമ്മൾ മറ്റെല്ലാ എഴുത്തുകാരുടേതും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന റെഫറൻസസ് മാത്രമാണ് എന്നുള്ളൊരു പുതിയ സാഹിത്യ വിവേകം ഇന്നുണ്ട്. ഈ അടിസ്ഥാനത്തിൽ തുടർ വായനകൾ സാധ്യമാകുന്ന അപൂർവം എഴുത്തുകാരിൽ ഒരാളാണ് പുനത്തൽ കുഞ്ഞബ്ദുള്ള എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നുള്ളൂ. 6:10 എൻ്റെ വണ്ടിയാണ്, അതുകൊണ്ട് എനിക്ക് പോകണം. ഈ അബ്ദുൽ ഹക്കീമിനെ പേടിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ കുഞ്ഞിക്കണ്ട ഒരു സാധുവാണ്. കൽപ്പറ്റ മാഷ് ഉത്തരവിട്ടത് കൊണ്ട് ഞാൻ വന്നതാണ്. ഞാൻ നേരത്തെ പോയാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ? 6:10 പിന്നെ പ്രതിപക്ഷ നേതാവ് ഉള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇച്ചിരി വൈകിയാലും ചിലപ്പോൾ നിർത്തുമായിരിക്കും വണ്ടി അല്ലേ? എന്നാലും ഞാൻ വൈകിച്ചെന്ന് അത് നിർത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി എന്നെ പോകാൻ അനുവദിക്കണം. അതിനു മുമ്പ് മലയാളത്തിൻ്റെ ഏറ്റവും നല്ല നോവലിസ്റ്റുകളിൽ ഒരാളായ അദ്ദേഹത്തിൻ്റെ പവിത്ര സ്മരണ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം ഇന്ന് 77ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചത്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയായി? 4, 3, 7 7 വർഷം, 84 വയസ്സ്. അദ്ദേഹം ശതാഭിഷിക്തനാവേണ്ട സമയമാണ്. അദ്ദേഹം ശതാഭിഷിക്തനാകുന്നതിന് മുമ്പേ ഈ ലോകം വിട്ടുപിരിഞ്ഞു. എങ്കിലും 1000 പൂർണ്ണചന്ദ്രന്മാരുടെ തേജസ്സിൽ തന്നെയാണ് കുഞ്ഞബ്ദുള്ള മലയാളിയുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പോകുന്ന അനൗചിത്യമാണെന്ന് എനിക്കറിയാം. അങ്ങനെ പോകുന്നതിന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കുഞ്ഞിക്കണ്ണൻ്റെ അനുവാദത്തോട് ഞാൻ പോകും. പി കെയോടൊപ്പം വടകരയുടെ കടത്തനാടിൻ്റെ സ്നേഹം കൂടെയുണ്ട്. അതുമാത്രമേ ഞങ്ങൾക്ക് തരാനുള്ളൂ. പി കെ, യാത്ര ശുഭകരമാകട്ടെ. ഇനി നമ്മളോട് സംസാരിക്കുന്നത് പുനത്തിലിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടം ചെലവഴിച്ച കോഴിക്കോടൻ മേഖല, ആ കോഴിക്കോടൻ ജീവിതവുമായിട്ട് ഏറ്റവും ചേർന്നു നിന്ന് പുനത്തിനോടൊപ്പം ജീവിച്ച് കൂടെ നടന്ന് അദ്ദേഹത്തിൻ്റെ സാഹിത്യകലയും ജീവിതത്തെയും വിശകലനം ചെയ്ത് മലയാള ഭാഷയിൽ അടയാളപ്പെടുത്തിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണനും എഴുത്തുകാരനുമായ ഡോക്ടർ അബ്ദുൽ ഹക്കീമാണ്. അദ്ദേഹം പുനത്തിലുമായി ബന്ധപ്പെട്ട ഓർമ്മകളിൽ തുടങ്ങട്ടെ. ഞാൻ മൈക്ക് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. ഹലോ. ഓർമ്മകളിൽ എവിടെ തുടങ്ങും എന്നുള്ളതാണ് സത്യത്തിൽ പുനത്തിലുമായുള്ള ഒരു ആലോചനയിലുള്ള പ്രശ്നം. ആദ്യം കണ്ടെടുത്തുന്നാണെങ്കിൽ അത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു B2-ൽ വന്നിറങ്ങുന്ന കുഞ്ഞിക്കാണ്. പ്ലാറ്റ്ഫോമിൽ ഞാൻ കാത്തു നിൽക്കുകയാണ്. ഒരു മാതൃഭൂമി ഓണപ്പതിപ്പിന് വേണ്ടി വലിയ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യാൻ വേണ്ടി ഇൻ്റർവ്യൂ അല്ല, ഓണപ്പതിപ്പിന് വേണ്ടി ചെയ്യുന്ന വളരെ ദീർഘമായ ഒരു സംഭാഷണം. ആ സംഭാഷണമാണ് പിന്നീട് ഒലിവ് പുസ്തക രൂപത്തിൽ ഇറക്കിയിട്ടുള്ളത്, അരാജകവാദിയുടെ ആത്മഭാഷണങ്ങൾ എന്ന പേരിൽ. അവിടുന്ന് കണ്ട് ഞങ്ങൾ നേരെ ഒന്നിച്ച് മാതൃഭൂമി ബുക്ക് ചെയ്ത അളകാപുരി ഹോട്ടലിൽ ചെന്നിട്ട് ഒരു സാധാരണ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അര ദിവസമോ ഒരു ദിവസമോ അല്ല, അത് കഴിഞ്ഞാൽ പിറ്റേന്ന് ഒരു ദിവസവും കൂടിയൊക്കെയാണ്. ആ ഇൻ്റർവ്യൂ തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് 8 ദിവസം കഴിഞ്ഞാണ്. 8 ദിവസം ഒരു മുറിയിൽ, അളകാപുരിയിൽ 9ാം നമ്പർ മുറിയിൽ ഇൻ്റർവ്യൂ നടക്കുകയാണ്. അതൊരു അത്ഭുതമായ ചരിത്രമായിരിക്കും ഒരു പക്ഷേ. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനോടൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നതെങ്കിലല്ലേ അത് തീരുക. അങ്ങനെയാണല്ലോ, ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ചോദ്യങ്ങൾ തീർന്നാൽ ഉത്തരവും തീരും. ഇതൊരു ചോദ്യം ചോദിച്ചാൽ അതുണ്ടല്ലോ മാഷ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ അക്കഥ നിൽക്കുക, വേറെ റെഡിയോ ആയിരിക്കും, അപ്പോൾ കൊച്ചിയാവും. നമ്മൾ ഒരുത്തരം തികച്ച് മറുപടിയിട്ട് അപ്പോൾ ഒരു 12:30 ആകുമ്പോഴേക്ക് മൂപ്പര് അടുത്ത വട്ടത്തിലേക്ക് ഒരുങ്ങി ഭക്ഷണത്തിനുള്ളൊരു ഒരുക്കായി. അത് കഴിഞ്ഞ് വിശ്രമമായി. അപ്പം ഞാനൊന്ന് താഴെക്കൂടെയൊക്കെ നടന്ന് ഇങ്ങനെ ഒപ്പിച്ചൊരു 4-5 മണിയാകുമ്പോൾ മൂപ്പരൊന്ന് റെഡിയായി കുളിച്ചൊക്കെ വന്ന്
അതിൻ്റെ ബാക്കിയല്ല കുഞ്ഞിക്ക്, അതിൻ്റെ ബാക്കിയൊന്ന് പറഞ്ഞ് നമ്മളെവിടെ നിർത്തി അതിൻ്റെ ബാക്കി പറയാൻ തുടങ്ങി. 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ബാക്കി ആൾക്കാർ വന്ന് സംഘങ്ങളായി. അത് രാത്രി 8 ആയി, 9 ആയി, 10 ആയി. പിന്നെ അന്ന് പറഞ്ഞില്ലോലെ എന്നായി. അങ്ങനെയെല്ലാം 5-8 ദിവസം കൊണ്ട് കിട്ടിയതിനെ ചേറിക്കൊഴിച്ചെടുത്തിട്ടാണ് കമൽറാ സജീവാണെങ്കിൽ ഓണപ്പതിപ്പ് ഇങ്ങനെ ആയി എപ്പോൾ കിട്ടും. ഞാൻ പറഞ്ഞു എപ്പോൾ കിട്ടാൻ കൊണ്ട് പണ്ടൊരു കഥയുണ്ടല്ലോ, തെങ്ങുമെന്ന് വീണ് കിട്ടണ്ടേന്ന് ആശുപത്രി കൊണ്ടുപോയി. അതുപോലെ വീണ് കിട്ടാൻ വേണ്ടി കാത്തു നടത്തിയൊരു ഇൻ്റർവ്യൂ ആണ്. ആ 7 ദിവസം 8 ദിവസം കൊണ്ടുണ്ടായ ഒരു ഗുണോ ദോഷമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ 8 ദിവസം കൊണ്ട് എൻ്റെ 15 കൊല്ലാ പോയത്. കാരണം നേരത്തെ PK പറഞ്ഞ ആ അടിമവംശത്തിലേക്ക് അന്ന് ഞാൻ പെട്ടു. കോഴിക്കോട് ഒരു വലിയ സാഹിത്യ ലോകത്തിന് വലിയൊരു അടിമ വംശ പാരമ്പര്യമുണ്ട്. നിങ്ങൾക്ക് എത്ര ആൾക്കാർ അത് അറിയാമെന്ന് അറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ചത് എന്നിലൂടെ അത് അവസാനിച്ചു എന്നായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം KV ജ്യോതിഷ് പറഞ്ഞത് അത് തീർന്നിട്ടില്ല, ഞാൻ നിങ്ങളെ അടിമയാന്നാ. എന്താണ് ഇപ്പോൾ ഓനത് തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ബഷീറിലാണ് ഈ അടിമ വംശം, കിൽജി വംശം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹിസ്റ്ററിയിൽ. അതുപോലെ ഈ അടിമ വംശ സ്ഥാപകൻ ബഷീറാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്നു MT. ഈ അടിമ എന്നൊക്കെ പറയുന്നതിൻ്റെ സെൻസ് നിങ്ങൾ ആ നിലയ്ക്ക് എടുക്കണേ. അപ്പോൾ അത് കഴിഞ്ഞ് MTയുടെ അടിമയായിക്കൊണ്ടാണ് പുനത്തിൽ കോഴിക്കോട് അവതരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച അല്ലെ ശനിയാഴ്ച വിടുന്ന്. അന്ന് ഇവിടെ വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന കാലമാണ്. പുനത്തിൽ ഏറ്റവും മര്യാദയോടുകൂടി ജീവിച്ച കാലമാണ്. ആ മര്യാദയിൽ വളരെ ഡിസിപ്ലിൻ്റെ ജീവിതത്തിലൂടെയാണ് സ്മാരകശില എഴുതിയിട്ടുള്ളത്. അന്ന് രാവിലെ ഇവിടെ ഹോസ്പിറ്റലിൽ വരിക, വൈകുന്നേരം വരെ പ്രാക്ടീസ്. ആ വലിപ്പിലേക്ക് ആൾക്കാർ ഇവിടെ MBBS ഡോക്ടർമാരൊന്നും അന്നില്ല, വളരെ അപൂർവമാണ്. പ്രാക്ടീസ് ആ വലിപ്പിൻ്റെ അകത്തേക്ക് ഇങ്ങനെ അന്ന് 10 രൂപയോ 5 രൂപയോ അങ്ങനെ എന്തോ ആണ് ഫീസ്. അത് ഇടും. അതില്ലാത്തൊരു ചില നോട്ടീസൊക്കെ ഇട്ട് പോയ കഥയൊക്കെ കുഞ്ഞിക്ക് എഴുതിയിട്ടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. നഷ്ടജാതകത്തിലൊക്കെ അങ്ങനത്തെ തമാശ കഥകളുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ. അത് കഴിഞ്ഞ് വൈകുന്നേരം കൃത്യമായും വീട്ടിൽ ചെന്ന് 2 എണ്ണം സുഖമായി അടിച്ച്, അതായത് അതിൽ ഒരു അരാജകത്വമായ അടിയും ഇല്ലാത്ത രീതി അടിച്ച്, അതിൻ്റെ ഒരു സുഹൃത്തൊക്കെ ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല. അപ്പോൾ അക്കരയിലുള്ള അത് കഴിഞ്ഞ് വളരെ വൃത്തിയായി കിടന്നുറങ്ങി. അതേ പറഞ്ഞ വാക്ക് ഞാൻ എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റിട്ടാണ് സ്മാരകം ചെയ്തത്. അത് അത്രമേൽ കുടുംബജീവിതം വളരെ സുന്ദരമായി കൊണ്ടു നടന്ന അദ്ദേഹത്തിന് 30കൾ, ഒരു 40-ൽ താഴെ 35 വയസ്സിൻ്റെ ഒക്കെ ഒരു കാലത്ത് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് സുന്ദരമായി ആ പ്രഭാതത്തിൻ്റെ നല്ല, അതായത് ആളുകൾക്ക് വലിയ ഒരു തെറ്റിദ്ധാരണ അറിയാതെങ്കിലും ഉണ്ടാകാം, പുനത്തിൽ കള്ളു കുടിച്ച് അല്ലെങ്കിൽ ലഹരിയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തൊക്കെ നടന്നതെന്ന് ഒരിക്കലും അല്ല. പുനത്തിൻ്റെ മാസ്റ്റർ പീസ് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും സുന്ദരമായ പ്രഭാതത്തിൽ, ഏറ്റവും സുന്ദരമായുള്ളത് കാലങ്ങളിലാണ്. അങ്ങനെ ഈ കഥകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഈ അടിമവംശത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ആ സമയത്താണ് പുനത്തിൽ ഇവിടെ നിന്ന് ഒരു ശനിയാഴ്ചകളിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിലോ കോഴിക്കോട്ടേക്ക് അപൂർവമായുള്ള അന്നത്തെ അദ്ദേഹത്തിൻ്റെ കാറിൽ പോകുന്നത്. കാറിൽ പോയി വൈകുന്നേരം അവിടെ അന്നത്തെ കോഴിക്കോടിനെ അടക്കി ഭരിക്കുന്ന ബഷീറിൻ്റെ തൊട്ടടുത്ത അടിമവംശത്തിൽപ്പെട്ട ആളുകളുടെ സംഘം, അവിടെ ഒരു ക്യാമ്പാണ്. ആ ക്യാമ്പിൽ പുനത്തിൻ്റെ ഒക്കെ ഒരു നേതൃത്വത്തിൽ അതിൻ്റെ ക്യാമ്പ് നടക്കുന്നു. തിങ്കളാഴ്ച രാവിലെ, ഒന്നുകിൽ ഞായറാഴ്ച അർദ്ധരാത്രി അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ പുനത്തിൽ വടകരയ്ക്ക് തിരിച്ചു വരുന്നു. 6 ദിവസം വീണ്ടും ചിട്ടയായി ജീവിക്കുന്നു. അന്ന് ആ രീതിയിലാണ് അത് നടന്നു പോകുന്നത്. അത് കഴിഞ്ഞ് പുനത്തിനോടൊപ്പം ആ അടിമവംശത്തിലേക്ക് വടകരയിൽ നിന്ന് തന്നെയാണ് അടുത്ത ആള് താരപദവിയിലേക്ക് എത്തുന്നത്. ആ അടിമ രാജാവിൻ്റെ പേര് അക്ബർ കക്കട്ടിൽ നിന്നാണ്. അതാണ് അടുത്ത വംശത്തിൻ്റെ തുടർച്ച. അക്ബർ മാഷ പറ്റി പറയുമ്പോൾ എനിക്ക് അക്ബർ മാഷെ പറ്റി പറയാതെ പുനത്തിനെ കുറിച്ച് പറയാനാവുകയില്ല. കാരണം അത് അത്രമേൽ അടുത്ത സൗഹൃദമാണ്. ഒരു തമാശ കഥ പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. അക്ബർ മാഷ പുനത്തിൻ്റെ അടിമയാവുന്നതിൻ്റെ ഒരു കഥയുണ്ട്. അതായത് അക്ബർക്ക അത്യാവശ്യമൊക്കെ എഴുതി തുടങ്ങുന്നു, ചെറുങ്ങനെ കഥയൊക്കെ എഴുതി തുടങ്ങുന്നു, ചെറിയ കുറിപ്പൊക്കെ എഴുതി തുടങ്ങുന്നു. അങ്ങനെ മിഡിൽ പീസുകൾ, അന്ന് അക്ബർ ഖാൻ്റെ ഏറ്റവും കൂടുതൽ വന്ന സാധനം മിഡിൽ പീസാണ്. പത്രത്തിലെ എഡിറ്റ് പേജിൽ സെൻറ്ററിൽ വരുന്ന ചെറിയ കുറിപ്പുകൾ, അത്തരം കുറിപ്പുകളൊക്കെ എഴുതി വരുന്ന ആ സമയത്താണ് പുനത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. ഏതിന്? നമ്മുടെ സ്മാരകശിലകൾക്ക്. സ്മാരകശിലകൾക്ക് അതിനെപ്പറ്റി കുഞ്ഞിക്ക പറഞ്ഞിട്ടുണ്ട്. അന്ന് കിട്ടിപ്പോയതുകൊണ്ട് കിട്ടിപ്പോയതാ മോനെ, പിന്നെ അല്ലേ കിട്ടൂല അതിനോട്. കാരണം അന്ന് കുഞ്ഞിക്ക 40 വയസ്സിൽ താഴെയാണ്
ഇന്നത്തെ അത്ര ഭീകരമാവാത്തൊരു കാലമായിരുന്നു. അഴീക്കോട് മാഷ് അന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ഗവർണിംഗ് ബോഡി മെമ്പറായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് നടന്നുപോയതെന്ന് പറയുന്നത്. ആ അവാർഡ് വാങ്ങാൻ പോകുന്ന സമയത്ത് അക്ബർക്ക ചോദിച്ചു, കുഞ്ഞിക്ക ആളെ വീട്ടിൽ പോയി ഒരു അസിസ്റ്റൻ്റായിട്ട് പോയിട്ട് ഞാനും വരട്ടെ നിങ്ങളെ കൂടെ ഡൽഹിയിലേക്ക്. അന്ന് ഡൽഹിയിൽ പോകാമെന്ന് പറഞ്ഞ വലിയ സംഭവമാണ്. അപ്പോൾ കുഞ്ഞിക്ക പറഞ്ഞ് ഡൽഹിയിലേക്ക് വരാൻ എൻ്റെ അടുത്ത് പൈസയൊക്കെ ഉണ്ടോ? എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല, ചെറിയ എന്തൊരു പൈസയൊക്കെ ഉള്ളൂ, എന്നാലും വണ്ടിക്കൂലി ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരും, നിങ്ങളെ കൂടെ പോരുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു സ്നേഹവാത്സല്യത്തിൻ്റെ പുറത്ത് അക്ബർ ഖാനെ കൊണ്ടുപോയി എന്നാണ് കഥ. കൊണ്ടുപോയി ഒരു 3-4 ദിവസം അവിടെ നിന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ വാങ്ങി അതിൻ്റെ നല്ല ആഘോഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മാതൃഭൂമിയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ എൻ്റെ ഡൽഹി യാത്ര എന്ന് പറഞ്ഞൊരു ലേഖനം വന്നു. ആരുടെ? അക്ബർ മാഷയുടെ. കുഞ്ഞിക്ക പറയുന്ന അതുവരെ കുഴപ്പമില്ലായിരുന്നു എന്നാ. അതായത് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ വരെ അതിഭീകരമായി ചീത്ത പറയാണ്. അതുപോലെ ഞാനിങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഈ ചീത്ത തുടർന്ന് എന്നോട് പറഞ്ഞു ഇതുവരെ കുഴപ്പമില്ല കിമാഷേ, അതിൻ്റെ അവസാനത്തെ സെന്റൻസ് ആണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത. ഇപ്പോഴും എന്നോട് പുനത്തിലും ഉണ്ടായിരുന്നു. അല്ല, അത് പറഞ്ഞതിൽ കള്ളത്തരല്ല, പുനത്തിലുണ്ടായിരുന്നല്ലോ. ഇയാളെ യാത്ര അറിയുമ്പോൾ പിന്നെ പുനത്തിൽ കൊണ്ടുപോയി എന്ന് അറിയാൻ പറ്റുമോ? അത് എനിക്ക് സഹിക്കാൻ പറ്റൂല, അത് ഇപ്പോഴും സഹിക്കാൻ പറ്റൂല. അങ്ങനെ ആ വംശപരമ്പര അക്ബർ മാഷ് ഏറ്റെടുക്കുന്നു. ഈ അക്ബർ മാഷാണ് എന്നെ പിന്നെ ഈ അടിമവംശത്തിൻ്റെ ചെറിയൊരു തുറച്ച് ഏൽപ്പിക്കുന്നത്. ഞാൻ ഓരോന്നും പ്രതാപത്തിലെത്തിയില്ലെങ്കിലും ഞാനിങ്ങനെ ഒത്തൊപ്പിച്ചാളെ കൊണ്ടുപോയത്. അപ്പോഴാണ് ഞാൻ എന്നോടുകൂടി തീർന്നത് വിചാരിച്ചപ്പോഴാണ് ഇപ്പം ജ്യോതിഷ് പറയുന്നത് തീരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല, ഞങ്ങളത് ഏറ്റെടുക്കുന്നു, പുതിയ അടിമവംശം കോഴിക്കോട്ട് ആരംഭിക്കുന്നു. ഇതാണ് അടിമവംശത്തിൻ്റെ കഥ. അത് ഞാൻ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞാണ് ആ അടിമ സംഘം ഉണ്ടായിരുന്നു. ഇന്നത്തെ അടിമ അദ്ദേഹമാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ ഞാനൊന്ന് ഇടപെട്ടെ. പുനത്തിലിനെ സംബന്ധിച്ചിട്ട് എൻ്റെ വായനാനുഭവത്തിൽ ഏറ്റവും ശക്തമായ ഒരു വരി എഴുതിയിരിക്കുന്നത് നളിനി ജമീലയാണ്. പുനത്തിലെ തുറന്ന പുസ്തകമാണെന്നും ആർക്ക് ഏത് പേജും യഥേഷ്ടം വായിച്ചു പോകാവുന്ന മനോഹരമായ പുസ്തകമാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന് കുഞ്ഞബ്ദുള്ളയെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നളിനി ജമീല എഴുതിയ ഒരു ലേഖനത്തിലാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തെക്കുറിച്ചിട്ട് അല്ലെ തുറന്ന പുസ്തകം എന്നുള്ള എനിക്ക് തോന്നുന്നു വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെടുകയും ഇന്നും ആഘോഷപൂർവം നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ് ഈ തരത്തിലുള്ള മൂപ്പരുടെ ഒരു കൊണ്ടാടൽ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നളിനി ജമീലയായിട്ട് അദ്ദേഹത്തിലുള്ള പരിചയമൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ വളരെ വളരെ ചെറിയ പരിചയം മാത്രമാകും. പക്ഷേ ആലോചിക്കേണ്ട ഒരു വിഷയം, നളിനി ജമീലയുടെ ഒരു എന്താ ഷിജു ആ പുസ്തകത്തിൻ്റെ പേര് ഒരു ലൈംഗിക തൊഴിലാളിയുടെ ജീവിതകഥ. ആ കഥയ്ക്ക് മലയാളത്തിൽ മറ്റൊരാൾക്ക് അവതാരിക്കാൻ ധൈര്യമുണ്ടോ? ആ പോയിന്റിനെയാണ് നമ്മൾ കാണേണ്ടത്. പുനത്തിലിനല്ലാത്ത മറ്റൊരാൾക്കും മലയാളത്തിൽ അവർക്ക് എത്രമേൽ അത്തരത്തിലുള്ള ആളുകളോട് ബന്ധമുണ്ടെങ്കിലും ശരി, ഒരാളും അങ്ങനെ തുറന്ന് അതിനൊരു അവതാരി എഴുതി കൊടുക്കാൻ സാധിക്കുക. നളിനി ജമീല ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടു, നല്ല ചർച്ച ചെയ്യപ്പെട്ടു. ഒരുപക്ഷെ ലൈംഗികത്വം എന്നതിനോടൊക്കെയുള്ള നമ്മുടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടിനെ പോലും തിരുത്തുന്ന രീതിയിലേക്ക് അതിൻ്റെ വായന മുമ്പോട്ട് പോയതും അവർ വിസിബിൾ ആയതും അവരൊരുപാട് KLF-ലൊക്കെ ഞങ്ങൾ 2-3 തവണ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അവർ വിസിബിൾ ആയതിൻ്റെ പിന്നിൽ പുനത്തിലിൻ്റെ ശക്തമായ ഒരു ഇടപെടലോ ഒരു താങ്ങിക്കൊടുക്കലോ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാകുന്ന ആ അവതാരിയുടെ പുറത്താണ്. അയാൾക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്നതിനേക്കാൾ അതിനുള്ള തൻ്റെ ഇടം പുനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിഷയം. പക്ഷേ പലപ്പോഴും എനിക്ക് സങ്കടകരമായി തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ JB ജംഗ്ഷനിലൊക്കെ പോലും അദ്ദേഹത്തെ പലരും അവസാന കാലത്ത് പ്രത്യേകിച്ചും ഇൻ്റർവ്യൂവിൻ്റെ ചാനൽ ഇൻ്റർവ്യൂകളിലൊക്കെ അദ്ദേഹത്തെ ആക്കാൻ ശ്രമിച്ചത് ഒരു തനി സ്ത്രീ വിഷയത്തിൽ വളരെ വീക്കായുള്ളൊരു മനുഷ്യനായോ അല്ലെങ്കിൽ ആ തരത്തിലൊക്കെയാണ്. എനിക്ക് പലപ്പോഴും അത് കണ്ടപ്പോൾ നിങ്ങൾ ഓർമ്മയുണ്ടാവും ബ്രിട്ടാസിൻ്റെ ആ ഇൻ്റർവ്യൂ, അതേപോലെ തന്നെ മനോരമയിൽ നേരെ ചൊവ്വയിൽ വന്ന ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കപ്പെട്ട ആ ഇൻ്റർവ്യൂവിലൊക്കെ ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും കൊല്ലത്തെ പുനത്തിലുമായുള്ള ആത്മബന്ധം വെച്ചുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നേരെ ചൊവ്വയിൽ പുനത്തിലിനെ അവരല്ല കളിപ്പിക്കുന്നത്, അവരെ പുനത്തിൽ കളിപ്പിക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഓടുന്നാണ് കാണുന്നതെങ്കിൽ എലി പൂച്ചയിട്ട് കളിപ്പിക്കാറുണ്ടല്ലോ ടോം ആൻഡ് ജെറിയിൽ. ടോമി ജെറിയാണോ ജെറി ടോമിനെയാണോ കളിപ്പിക്കുന്നത് എന്ന് നമുക്കിപ്പോഴും പിടികിട്ടാത്തൊരു കാര്യമാണ്. ഇതേ പിടികിട്ടായ്മ എനിക്ക് തോന്നുന്നു പുനത്തിലിൻ്റെ കേസിലുണ്ട്. പുനത്തിൽ നമുക്ക് പിടിതരാത്തൊരു എഴുത്തുകാരാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പുനത്തിൽ നമുക്ക് താങ്ങാനാവാത്തൊരു എഴുത്തുകാരൻ കൂടിയാണ്.
ശരിക്കും മാത്രം ഉമ്മ വളരെ വാത്സല്യത്തോടുകൂടി അവരെ സ്വീകരിക്കുമായിരുന്നു എന്ന്. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് പുനത്തിൻ്റെ ഉമ്മ മരിക്കുന്നത്. അവിടെ പുനത്തിൽ എഴുതുന്ന വരി, അങ്ങനെ എൻ്റെ ഉമ്മ മരിച്ചു, അന്ന് ഞാൻ കരഞ്ഞില്ല, കാരണം മരണം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ്. ഇതേ പുനത്തിൽ അദ്ദേഹത്തിന് ഉപ്പയെക്കുറിച്ച് പറയുന്ന, മരണത്തെക്കുറിച്ച് പറയുന്ന ഒരു സീനുണ്ട് ഒരു നഷ്ടജാതകത്തിന്. അദ്ദേഹത്തിന് അന്നൊരു 10-40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, ഡോക്ടറാണ്. അങ്ങനെ ഒരു ബാപ്പ ഇങ്ങനെ വളരെ സിങ്കിങ് ആയുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഒരു ബന്ദ് പ്രഖ്യാപിക്കുന്നു. അപ്പം പിറ്റേ ദിവസം ബന്ധാണ്. പുനത്തിൽ എന്ന ഡോക്ടർക്ക് ബാപ്പയുടെ അവസ്ഥ കണ്ടപ്പോൾ പിറ്റേന്ന് മരിക്കാനുള്ള ഒരു സാധ്യത അയാൾ മുൻകൂട്ടി കാണുന്നു. കാരണം പൾസ് റേറ്റ് ഒക്കെ കുറഞ്ഞു വരുന്ന അദ്ദേഹം പറയുന്നുണ്ടത്. അപ്പം വീട്ടിൽ തന്നെയാണുള്ളത്, വേറെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മടക്കി കൊണ്ടുവന്നാണ്. അദ്ദേഹം വടകര വന്ന് ഈ തുണികളൊക്കെ വാങ്ങി, കഫൻ ചെയ്യാനുള്ള തുണിയും പഞ്ഞിയും എന്താണോ മരിച്ചാൽ ചെയ്യേണ്ട ഒരുക്കങ്ങൾക്ക് വേണ്ട എല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് അദ്ദേഹം മരണത്തെ കാത്തു നിൽക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ ആ മരണം ഒരു ഉച്ചയോടുകൂടി സംഭവിക്കുന്നു. എന്നിട്ട് പുനത്തിൽ എഴുതുന്നു, എൻ്റെ ഉപ്പ മരിച്ചു, അന്നും ഞാൻ കരഞ്ഞില്ല. അന്ന് എന്നല്ല, അന്നും എന്നാണ്. അന്നും ഞാൻ കരഞ്ഞില്ല, കാരണം മരണം എന്താണെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നാണ്. ഇത്ര കൃത്യമായി, അതായത് ഓരോന്നിനെയും ഈ പുനത്തിലാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഇതൊന്നും മനസ്സിലാവാത്ത ഒരാളാണെന്നൊക്കെ പറഞ്ഞാൽ ഓരോന്നിനെയും അഷ്ടാധ്യായം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു 60 വയസ്സിലോ 65 വയസ്സിലോ 40 വയസ്സിലല്ലല്ലോ എഴുതുന്നത്, ഒരു 60 വയസ്സുള്ളപ്പോൾ എഴുതുന്നതെങ്കിൽ അത്രമേൽ ഓരോ ഓർമ്മകളെയും വളരെ കൃത്യമായി തന്നെ സൂചിപ്പിക്കുകയും എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ മരിച്ചാൽ എന്നെ കാരക്കാട് പള്ളിയിൽ അടക്കണം. കാരക്കാട്ടെ പള്ളിയിൽ ഞങ്ങൾ പരമ്പരയായുള്ള ആളുകൾ അവിടുത്തെ ഖബറിലുണ്ട്, പള്ളി ഖബറിലുണ്ട്. ഞാൻ മരിച്ചു വരാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരിക്കും. ഞാൻ കൂടി മരിച്ച് എന്നെ കൂടി മറവ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഞങ്ങൾ ഒന്നിച്ച്, ഞാനല്ല ഞങ്ങൾ ഒന്നിച്ച് പൂമ്പാറ്റകളായി സ്വർഗത്തിലേക്ക് പറന്നു പോകും എന്നാണ് പുനത്തിൽ അതിന് വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ ഒരുപക്ഷെ റിയാലിറ്റിയും അതിനെ തന്നെ ഏറ്റവും സൗന്ദര്യമായി പുനത്തിൽ പറയുന്നതിനൊക്കെ നമ്മൾ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ ചിലതെടുത്തിട്ട് ഇതാണ് എന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഒരു ലിമിറ്റേഷൻ എന്നല്ലാതെ. ഇപ്പോൾ മാളിക്കുട്ടി മരിച്ച സമയത്ത് പള്ളിയിലടക്കിയ സമയത്ത് മൂപ്പര് പറഞ്ഞു, ഞാൻ മരിച്ച ചന്ദന മുട്ടി വെച്ച് കത്തിക്കണം ഭാരതപ്പുഴയുടെ തീരത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം അല്ല അങ്ങനെ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാണ് ആ പറച്ചിൽ. അത് ആ സംഭവത്തോടുള്ള ഒരു താൽക്കാലിക പ്രതികരണമാണ്. അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു രീതിയിൽ കുറെ കൂടി ഒരു വിപുലമായ ഒരു ബോധത്തോടുകൂടി കാര്യത്തെ ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഗുണത്തിനെ കുറിച്ചിട്ട് നമ്മുടേതായ ഓർമ്മകളിൽ ചില ഏടുകൾ പറഞ്ഞു. നമ്മളെക്കാൾ ഉപരി ഗുണത്തിനെ കുറിച്ചിട്ട് പറയാൻ പ്രാപ്തരായ എത്രയോ ആളുകൾ നമുക്ക് മുന്നിലിരിക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ സംസാരിച്ച വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ചില ചോദ്യങ്ങളോ അല്ലെങ്കിൽ വാക്കുകളോ പറയാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് വിനിയോഗിക്കാം. ചോദ്യമായിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അതങ്ങനെയല്ല എന്നുള്ള ഏതെങ്കിലും ഒരു സമയത്തിന്റെ പരിമിതിയുള്ളതുകൊണ്ടാണ്, വിശദാംശങ്ങളല്ല. ഇനി അതല്ല എന്തെങ്കിലും ഒരു ചോദ്യരൂപേണ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന സമ്മതിക്കാൻ മതി. അധ്യാപകനായ MN വിജയൻ ചെയ്ത പ്രസ്താവനയാണ് എന്ന തരത്തിൽ മലയാള സാഹിത്യത്തിലെ സാംസ്കാരിക മേഖലയിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് മൗലികത എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സരോവരം മാസികയിലാണ്. രഘുനാഥൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. മാഷ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് മൗലികത. ആ മൗലികതയ്ക്ക് ഇപ്പോഴും നമുക്ക് വ്യക്തമായ ഉത്തരം ഇല്ലാത്ത കാലത്തോളം പുനത്തിനെ നമുക്ക് ഒരു കുറ്റവാളി എന്ന സ്ഥാനത്ത് നിർത്താൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ PK പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചോദ്യം. കഴിഞ്ഞ ഞായറാഴ്ച മാതൃഭൂമിന്റെ വരാന്തപ്പതിപ്പിൽ ഈ പത്മനാഭൻ ഗൗരിയെ പറ്റി ഒരു ലേഖനം എഴുതി. ഗൗരി ആരാണ് എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി പോലെ അദ്ദേഹം ചെയ്തു. അത് ചെയ്തപ്പം വാസ്തവത്തിൽ ഗൗരി എന്ന ചെറുകഥയുടെ എല്ലാ മൂല്യങ്ങളും ശോഷണം പോയി എന്ന തരത്തിലാണ് എനിക്കത് തോന്നിയത്. ഒരു കഥാകാരൻ അല്ലെങ്കിൽ നോവലിസ്റ്റ്
സാധാരണ നിരക്ക് റിയലിസ്റ്റിക് സാധനങ്ങൾ എഴുതുമ്പോൾ കാൽപ്പനിക ഭാവമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ ഗൗരി ആരാണ് എന്ന് ടി പത്മനാഭൻ പറഞ്ഞതോടുകൂടി തന്നെ ആ കഥ നമ്മുടെ മുമ്പിൽ ഇല്ലാതായി എന്ന് തോന്നലാണ്. വനത്തിൽ മുജുമൽ ഒരിക്കലും അങ്ങനെ ഒരു പ്രസ്താവന ഒന്നിനും നടത്തിയതായി ഞാൻ വായിച്ച പുസ്തകങ്ങളിലൊന്നും കണ്ടിട്ടില്ല. അദ്ദേഹം പരോക്ഷമായി പലതും പറയുമെങ്കിലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തത് ശരിയാണോ അല്ലയോ എന്ന് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഞാനും അത് വായിച്ചിരുന്നു. എനിക്കും നിങ്ങളെ അത് തോന്നൽ തന്നെയാണ് ഉണ്ടായത്. സത്യത്തിൽ ഒരു രചനയ്ക്ക് പിന്നിലെ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായത് മാത്രമല്ല അത് കുറച്ച് ഒരു സുഖമില്ലാത്ത രീതിയിലുള്ള വർണ്ണനയും കൂടിയാണ്. ഇപ്പോൾ വാനപ്രസ്ഥവും ഗൗരിയുമാണ് ഏതാണ്ട് ഒരേപോലെ ചർച്ച ചെയ്യപ്പെട്ട ആ ഒരു സ്വഭാവമുള്ള കൃതികൾ. വാനപ്രസ്ഥത്തെ കുറിച്ച് MT പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിരുന്നു, അല്ല അത്തരം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് അതേപോലെ പറയുന്ന അല്ലല്ലോ കഥ, നമുക്കറിയാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും അങ്ങനെ ഒരു പ്രണയിനിയോ അല്ലെങ്കിൽ ഒരു സുഹൃത്തോ ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഗൗരി എന്ന കഥ നമ്മൾ ഉള്ളിലുണ്ടാക്കുന്ന വലിയൊരു സംഭവമുണ്ട്. ഈ ഒരു സാധാരണ സംഭവത്തെ ഒരു സാഹിത്യ സൃഷ്ടിയാക്കി മാറ്റുന്ന ഒരു കെമിക്കൽ പ്രോസസ്സ് അതിനുള്ളിൽ നടക്കുന്നതുകൊണ്ടാണല്ലോ അത് സാഹിത്യം എന്നത്. അല്ലെ നമ്മൾ പറഞ്ഞാൽ അത് റിപ്പോർട്ടായി പോകുമല്ലോ. പത്ര റിപ്പോർട്ടും കഥയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആ കെമിക്കൽ പ്രോസസ്സ് അതിനുള്ളിൽ നടക്കുന്നുള്ളതാണ്. ആ കെമിക്കൽ പ്രോസസ്സ് സാധ്യമാക്കുന്ന കവിക്ക് അതിനെയാണ് കവി ഒരു കാറ്റലിസ്റ്റാണ് എന്ന് പള്ളിച്ച് പറയുന്നത്. പോയറ്റ് ഈസ് എ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. മഴ ഇങ്ങനെ പെയ്യുന്നു, നമ്മളൊക്കെ മഴ കാണുന്നുണ്ട്. പക്ഷേ സ്വതമായിരിക്കും ആ മഴ കാണുമ്പോൾ അത് രാത്രി മഴ എന്ന കവിതയും മാറുന്നത്. എനിക്ക് ഇന്നലെ രാത്രി മഴ ചെയ്തുകൊണ്ടാണ് ഞാൻ കവിത എഴുതിയെന്ന് പറയുന്നതല്ലേ, നമുക്കൊക്കെ എഴുതിക്കൂടായിരുന്നു. അത് വേറൊരു സംഭവമാണ്. അത് ഈ 94 95 വയസ്സിൽ പപ്പേട്ടുണ്ട്. അത് അങ്ങനെയൊന്നും ഇനി അത് പറയാൻ പോകേണ്ടതില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങളെപ്പോലെ എനിക്കും അഭിപ്രായമുണ്ട്. അത് നമുക്ക് വിടാം. ഏതായാലും മറ്റൊന്നുമില്ല, എനിക്ക് തോന്നുന്നു നമുക്ക് അവസാനിപ്പിക്കാറായി തോന്നുന്നു. ഞാൻ ഏതായാലും ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വരുന്നത്, ഈ 10-15 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നപ്പെട്ടതൊരു അനുഭവം. നാട്ടിലിറങ്ങിയാൽ ഇപ്പം ഈ സാഹിത്യോത്സവങ്ങളൊക്കെ വന്നപ്പോൾ ഇതുപോലുള്ള പരിപാടികൾ KLF, YLF ഇങ്ങനെ ഒരുപാട് ഉത്സവങ്ങൾ നടന്നതോടുകൂടി ഒരുപാട് എഴുത്തുകാരൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് കാണാനും പരിചയപ്പെടാനും ഫോട്ടോ എടുക്കാനും അങ്ങനെ കുറേ പരിചയം ഉണ്ടാനും ഒരു ബന്ധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതില്ലാത്ത കാലത്ത് ഇപ്പം പുനത്തിൽ KLF ഉണ്ടാകുന്നതിൻ്റെ തൊട്ടുമുമ്പത്തെ വർഷം മരിക്കുന്നത്. അതായത് കേരളത്തിലെ സാഹിത്യോത്സവം പുനത്തിൽ കണ്ടില്ല. KLF ആണെങ്കിൽ ആദ്യത്തെ ഉത്സവം. അപ്പോൾ അതിൻ്റെ മുമ്പേ തന്നെ ഒരു റോട്ടിലേക്ക് ഇറങ്ങിയാൽ ആളുകൾ പിന്നാലെ വരുന്ന മലയാളത്തിലെ ഏക സ്റ്റാർഡം റൈറ്റർ പുനത്തിലായിരുന്നു. അതിന് മുമ്പ് വേണമെങ്കിൽ അതിന് മുമ്പേയും പിമ്പേയും നമുക്ക് MTയെ അല്ലെങ്കിൽ ചേർത്ത് പറയാം. അപ്പം MT ഇറങ്ങിയാൽ ഈ പറഞ്ഞ ഒരു ആന ഇറങ്ങിയതുപോലെ ആളുകൾ ഒന്ന് പിന്നാലെ കൂടും. അത് സമ്മതിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതിന് അദ്ദേഹത്തിന് വേറെ ഒരുപാട് സിനിമാ മേഖലയിൽ മറ്റുള്ള ഒട്ടനവധി കോൺട്രിബ്യൂഷൻസ് വേറെ പറയാനുണ്ടാവും. എഴുത്തുകാരൻ എന്ന രീതിയിൽ ആഘോഷിക്കപ്പെട്ട മലയാളത്തിൽ ഒരേ ഒരു എഴുത്തുകാരൻ ഒരു പക്ഷേ തുടക്കത്തിൽ മുതൽ അത് പുനത്തിൽ തന്നെയായിരിക്കും. ഞാൻ പുനത്തിനോട് ഒട്ടേറെ യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും രസകരമായൊരു യാത്രാനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതൊരു ലക്ഷദ്വീപ് യാത്രയാണ്. ലക്ഷദ്വീപിലേക്ക് യാത്ര പോകുന്നത് കൊച്ചിയിൽ നിന്ന് കപ്പലിൽ ആണ്. ഭാരത് സീമ എന്ന് പറയുന്ന കപ്പൽ. അപ്പോൾ ഒരു രാത്രിയിലാണ്, സന്ധ്യയ്ക്കാണ് അത് പുറപ്പെടുക. 7 ദിവസത്തേക്കാണ് യാത്ര. അപ്പോൾ എന്നോട് പറഞ്ഞു, മാഷ് 7 ദിവസമാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ അതിനെന്താണ്? അല്ല, നമ്മൾ ഒരുക്കങ്ങളൊക്കെ റെഡി ആയിരിക്കണം. ഞാൻ പറഞ്ഞു എന്താണ്? അല്ല, അത് ഡ്രൈ ഐലൻഡാണ്. അപ്പം എനിക്ക് അതൊന്നും അറിഞ്ഞൂടല്ലോ. മൂപ്പർക്ക് കേട്ട് പുറപ്പെടുമ്പോൾ ആദ്യം അതാണല്ലോ. അപ്പോൾ അതൊക്കെ മൂപ്പരെ സംവിധാനം അങ്ങോട്ട് ഇത് കൊണ്ടുവരാനൊന്നും പാടില്ല. അപ്പം മൂപ്പർ ഞാൻ ചോദിച്ചത് പിടിക്കില്ല, പിടിച്ചാൽ പ്രശ്നമാണെന്ന് അന്വേഷിച്ചവരൊക്കെ പറഞ്ഞു. പക്ഷെ മൂപ്പരെ ബാഗ് എടുത്ത് കൊണ്ടുപോയി വെക്കുന്നത് ഷിപ്പിൻ്റെ ക്യാപ്റ്റനാണ്. വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് മൂപ്പരെ ബാഗ് അയാളെ എടുക്കുന്നത്. ഞാൻ ആ പടം ചെയ്യുന്നു, മൂപ്പരിത് പിടിച്ചു ഓടിക്കുന്ന രാത്രി. ആ മാതിരി ട്രീറ്റ്മെൻറ്റാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായ ഒരു അനുഭവം എന്ന് പറയുന്നത് രാത്രിയിൽ പൂർണ്ണനിലാവ്, പൗർണമി രാത്രിയിൽ കപ്പലിലൂടെയുള്ള സഞ്ചാരമാണ്. അത് അനുഭവിക്കാത്തവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുകയാണ്. കാരണം കപ്പലിങ്ങനെ പോകുമ്പോൾ ഡെക്കിൽ രാത്രി ചുറ്റും കടൽ, പൂർണ്ണ നിലാവ്, ഈ കപ്പലിങ്ങനെ പാസ് ചെയ്യുമ്പോൾ അങ്ങനെ പുറത്തേങ്ങനെ തെറിക്കുന്ന വെള്ളം പാല് പോലെ ഉണ്ടാവും ഇതിൻ്റെ കളറിൽ. ഇതും കൂടി ഇങ്ങോട്ടാവുമ്പോഴേക്കും സ്വതവേ ഉന്മാദിയായ പുനത്തിൽ ഭ്രാന്തനായി തീരുകയാണ് ഈ ഒരു ആംബിയൻസിൽ. പോരാത്തത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ റൂമിൽ പോയി വരുന്നുണ്ട്, ഓരോ പോക്ക് എടുക്കുന്നു. അതിങ്ങനെ പോയതിൻ്റെ എല്ലാം എണ്ണിയാൽ
കുറെ പോക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇട്ടത് ഒരു ചെഗുവേരന്റെ ചിത്രമുള്ള ഒരു സ്ലീവ്ലെസ് ടീഷർട്ടും ഒരു ബർമുഡയും. നിങ്ങൾ ആലോചിക്കണം, ഒരു 70 വയസ്സ് 68 വയസ്സൊക്കെ ഉണ്ടാവും. ആ ഇതിലുള്ള ഡെക്കിലുള്ള എല്ലാവരും ഡെക്ക് തന്നെയാണ്. ആരും നേരം വിളിക്കാൻ നേരമാണ് പോയിട്ടുണ്ടാവുക റൂമിലേക്ക്. മുഴുവൻ മനുഷ്യരും ഇയാളുടെ കൂടെ ഡാൻസ് ചെയ്യുക, ഓരോരുത്തരുടെയും കൂടെ ഇയാളും ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക. അന്നാണ് വടകരയിലെ ബെയ്ത്തും മലബാറിലെ ഒപ്പനപ്പാട്ടും എന്ന് വേണ്ട ആഘോഷത്തിന്റെ. പിന്നെ അവിടെ ചെന്നിട്ട് ഇറങ്ങിയിട്ടുള്ള കഥയൊന്നും പറയണ്ട. പോയി തന്ന് പിന്നെ 7 ദിവസവും ഒരിടത്തേക്കാണ്. വളരെ നിഷ്കളങ്കരായ മനുഷ്യനും കൂടിയായിരുന്നു. നിങ്ങൾക്കറിയാലോ. പോകുമ്പോൾ എന്നോട് പറഞ്ഞു മാതൃഭൂമിക്ക് വേണ്ടിയാണ് യാത്ര. മാതൃഭൂമിയുടെ യാത്ര എന്ന മാഗസിന് വേണ്ടിയിട്ട്. അതിൽ സ്ക്രിപ്റ്റ് അധികം ഉണ്ടാവില്ല, ടെക്സ്റ്റ് അധികം ഉണ്ടാവില്ലല്ലോ, ഫോട്ടോ ആണ്. നിങ്ങൾക്കറിയാം, യാത്ര നോക്കിയാൽ ഫോട്ടോസാണ്. അതായത് വളരെ സ്റ്റാർ ആയിട്ടുള്ള ആളുകൾ, ചലച്ചിത്ര നടന്മാർ, സ്പോർട്സ്മാൻമാർ, ഇതുപോലുള്ള വലിയ ആഘോഷിക്കപ്പെടുന്ന എഴുത്തുകാരൊക്കെ നടത്തുന്ന യാത്രയുടെ സ്ഥലങ്ങളുടെ നല്ല ഫോട്ടോസ്, അവരുടെ ഫോട്ടോസ്. ഇതാണ് ഫോട്ടോ സെഷൻസ് മാത്രമാണ്. കുഞ്ഞു സ്ക്രിപ്റ്റുകളെ ഉണ്ടാവും. അപ്പോൾ കുഞ്ഞിക്കാക്ക് അതൊന്നും എഴുതാൻ പറ്റാത്തതുകൊണ്ട് മൂപ്പര് മാതൃഭൂമി എന്ന് പറഞ്ഞ് അന്നേ കൂടെ ഒരു അസിസ്റ്റന്റ് ചെയ്യാനുള്ളതുകൊണ്ട് അക്കി മഷും പാടുന്നു. അപ്പോൾ മധുരാജ് ഫോട്ടോഗ്രാഫറും പിന്നെ ഒരാളുണ്ട്, അത് ഞാനിവിടെ പറയില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്നു. അങ്ങനെ അവിടെ ചെറുപ്പെടുത്ത് പോകുമ്പോഴുള്ള കരാർ എന്താന്ന് പറഞ്ഞാൽ, അവിടെ ചെന്നാൽ ഈ പരിപാടി അല്ലാതെ വേറൊരു പരിപാടി ഏൽക്കരുത്. ഒരു പരിപാടി അവിടെ ചെയ്യൂല. നമ്മൾ എന്താ, നമുക്ക് സമയമല്ല. രാവിലെ എണീക്കുക, ഒന്ന് വാമാവുക, എന്നിട്ട് ഫോട്ടോ സെഷൻ. ഒരു 11 വരെ വെയിലാവും, തിരിച്ചു പോരുക, ഭക്ഷണം കഴിക്കുക, കൊത്തി കിടന്നുറങ്ങുക, ഒരു 5-4 ഇറങ്ങുക, 7 മണി വരെ വീണ്ടും ഫോട്ടോ സെഷൻ, തിരിച്ചു പോരുക. ഇതാണ് പരിപാടി. ഒരാളോട് മാഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, നിങ്ങൾ സ്കൂളിലൊന്നും പോയിട്ടാണ് ഞാൻ എന്നെ കൊണ്ടുവന്ന് പറയരുത്. ഞാൻ പറയില്ല, കുഞ്ഞിക്കൊന്നുമില്ല. അങ്ങനെ 1-ാം ദിവസം രാത്രി അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ ലക്ഷദ്വീപ് കവറത്തിയിലെ ഹൈസ്കൂളുകാർ HM മറ്റെല്ലാവരും കൂടി വന്നു. കുഞ്ഞിക്ക് അവിടെ ഒറ്റ സ്കൂളേ ഉള്ളൂ, ഒറ്റ ഹൈസ്കൂളേ അവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവർ നേരെ നമ്മളെ ഫറൂഖ് കോളേജിലൊക്കെ അവർ ഹയർ സ്റ്റഡീസിന്. നിങ്ങൾ അവിടെ ഒന്ന് വരണം. അത് വരാൻ പാടില്ല, മാതൃഭൂമി പറഞ്ഞിട്ട് വരാൻ പാടില്ല എന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അഖീം മാഷോട് ചോദിച്ചാൽ മതി, അയാളത് മുഴുവൻ ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ ഏറ്റവും പറയാം, ഞാൻ പറഞ്ഞു ഒന്നും അനുവദിക്കാൻ പറ്റില്ല. കുറച്ചുകൂടി അവരവിടെ ഇങ്ങനെ ഇരുന്ന് അപ്പോൾ കുഞ്ഞിക്കാൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങും, അരിയാൻ തുടങ്ങും മനസ്സ്. ഓല് പോയോന്ന് വെച്ചിട്ടോട് ഞാൻ പറഞ്ഞില്ല. എന്നാൽ നമ്മളൊന്ന് ആർത്തന്നെ പോയാലോ, നമ്മളെ രാവിലത്തെ ഷൂട്ട് ചെയ്ത് നമ്മൾ ഫ്രീ ആയാലോ, ഒന്നാ സ്കൂളിലേറ്റൊന്ന് പോയാലോ. എന്നാൽ അവിടെ പോവല്ലേ. പക്ഷെ ഓലോട് പറയണോ, സ്വാഗതം പറയരുത്, അധ്യക്ഷൻ ഉണ്ടായിരുന്നു, നമ്മൾ പോവും, ആ കുട്ടികളൊന്ന് കണ്ട് വർത്താൻ പറയും പോലും. അങ്ങനെ ഞാൻ HM പോയിട്ട് അങ്ങനെ തീരുമാനമാക്കി. രാവിലെ ഒരു സ്കൂളിലൊക്കെ പോകുന്നല്ലേ പറഞ്ഞ് എന്താ ഇളനീരൊക്കെ കുടിച്ച് രാവിലെ നല്ല ഉഷാറായിട്ട് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ കുട്ടികൾ നിരന്ന് നിന്നിട്ട് ബാൻഡടിയും മറ്റേ അവിടുത്തെ ഒരു കാട്ടുപൂവെല്ലാം കൂടി പറിച്ചിട്ട് അതുകൊണ്ടുള്ള മാലയൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഇട്ട് നല്ല ഇളനീരും ചായയും ഒക്കെ കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞ് ആ തുടങ്ങില്ല, കുഞ്ഞിക്ക് സ്വാഗതം വേണം. സ്വാഗതം ഒരു പറഞ്ഞോട്ടെ. അപ്പം ഞാൻ കുഞ്ഞിക്ക് സ്വാഗതം പറഞ്ഞാൽ പിന്നെ അധ്യക്ഷനും ആയിട്ടെ. അധ്യക്ഷൻ പറഞ്ഞ് കുഞ്ഞിക്ക സംസാരിച്ച് ഒരു 10-20 മിനിറ്റ്. പിന്നെ മൂപ്പര അധ്യക്ഷൻ. അടുത്തതായി പ്രൊഫസർ അബ്ദുൽ ഹക്കീം സംസാരിക്കും. അപ്പോൾ മാഷൊക്കെ പോയി പ്രൊഫസറായി. ഞാൻ സംസാരിച്ച് അടുത്തതായി ശ്രീ മധുരാജ് സംസാരിക്കും. പിന്നെ മൂപ്പര ഉച്ച വരെ. ഇത്രമേൽ നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിനനുസരിച്ച് ഉള്ളിൽ വളരെ വലിയ സ്നേഹവും അതിനപ്പുറം നമ്മൾക്ക് താങ്ങാനാവാത്ത പ്രതിഭയും അത് സൃഷ്ടിക്കുന്ന ഒരുതരം ഉന്മാദാവസ്ഥയും അതിനെ പലപ്പോഴും വലിയ സങ്കീർണതകളിൽ എത്തുമ്പോൾ അതിനെ അഭയം തേടുന്ന മറ്റു കാര്യങ്ങളൊക്കെ ജീവിച്ച, ഞാനത് പറഞ്ഞ മരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി കാഴ്ചപ്പാടുണ്ടായിരുന്ന, അവസാനഘട്ടം മരണം സ്വയം ഏറ്റെടുത്ത, 2 വർഷത്തോളം ഭക്ഷണം പോലും നിഷേധിച്ച് കണ്ണടച്ച് കിടന്ന്, അതാണ് കണ്ണടച്ച് എന്ന് രാജമാഷമ്മക്കറിയാം. ഒരാൾ വന്നാൽ പോലും കണ്ണ് തുറക്കാതെ അടച്ചു കിടക്കും. കുഞ്ഞിക്കാന്ന് വിളിച്ചിട്ട് മാഷ അടച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ലോകം മതിയായി എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അതിനിടയിൽ MA ബേബി സഖാവൊക്കെ ഒരു ദിവസം വന്ന് അവിടുന്ന് പോയി നമ്മളോട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു കോട്ടയ്ക്കൽ. പിറ്റേന്ന് ഞങ്ങൾ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ മുഴുവൻ റിസൾട്ടും സ്കാനിങ്ങും എക്സ്റേയും ബ്ലഡ് റിസൾട്ടും ഒക്കെ നോക്കിയിട്ട് യഥാർത്ഥ വാരിയർ ഡോക്ടർ, നമ്മുടെ സീനിയർ വാരിയർ ഡോക്ടർ ചോദിച്ചത്, എൻ്റെ പുനത്തിൽ ഡോക്ടറെ ഇത്രയും കൊല്ലം ഇക്കളിയൊന്നും കളിച്ച് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലെന്നാ. അദ്ദേഹത്തിൻ്റെ കിഡ്നിക്ക്, അദ്ദേഹത്തിൻ്റെ ലിവറിന്,
അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ആന്തരാവയവത്തിന് ഒരു തരത്തിലുള്ള കേടുപാടും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഇപ്പോഴും ഇവിടെ ഇരുന്നത്. കാരണം മെഡിക്കൽ റിപ്പോർട്ടും എനിക്കറിയാം, പേഴ്സണലായിട്ടുള്ള അത്രയേറെ എനിക്കറിയാം. ആകെ ഉണ്ടായിരുന്നത് ബ്രെയിൻ സെൽസിനുള്ള കുറച്ച് ക്ഷതം മാത്രമായിരുന്നു സംഭവിച്ചത്. അതുകൊണ്ട് ബാലൻസിന് പ്രശ്നം വന്നുകൊണ്ട് മൊബിലിറ്റി കുറഞ്ഞു. പക്ഷെ മൊബിലിറ്റി കുറഞ്ഞ പഴയതുപോലെ ജീവിതത്തെ ഉന്മാദത്തോടെ സ്വീകരിച്ച ആ ഒരു ജീവിതം എനിക്ക് സാധ്യമല്ല എന്ന് മനസ്സിലായപ്പോൾ ആ ജീവിതം സ്വയം അങ്ങ് അവസാനിപ്പിക്കാൻ, അത് ആത്മഹത്യ ചെയ്തതല്ല, മറിച്ച് ആ ജീവിതത്തോട് ഒരു വിമുഖത കാണിച്ചുകൊണ്ട് മെല്ലെ 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 സ്വാഭാവികമായ മരണത്തിലേക്ക് മാഞ്ഞുപോയ, ഇപ്പോഴും മലയാളികൾക്ക് വേണ്ടത്ര മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കാതെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും സംഭാഷണങ്ങൾ അടർത്തിയെടുത്ത് അതിൻ്റെ ഗിമ്മിക്കിൽ ജീവിക്കുന്ന പാവം നമ്മളിൽ സഹതപിക്കുക എന്നല്ലാതെ ആ മഹാനായ എഴുത്തുകാരൻ അതിനൊന്നും ഉത്തരവാദിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വടകരയിലെ ഇത്രയും നല്ല ഒരു പ്രബുദ്ധമായ ഒരു ഘട്ടത്തിൽ പുനത്തിൽ അനുസ്മരിക്കാൻ കിട്ടിയ ഒരു എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്, ഭാഗ്യമാണ് എന്ന് മാത്രം പറഞ്ഞു ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഡോക്ടർ അബ്ദുൽ ഹക്കീം, അതുപോലെ തന്നെ പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ PK രാജശേഖരൻ, അതുപോലെ തന്നെ നിരൂപകനും പ്രസാധകനുമായ ശ്രീ കുഞ്ഞിക്കണ്ണൻ വാണിമൽ, അതുപോലെ തന്നെ ഈ ഭാഗത്ത് പുനത്തിൽ കുഞ്ഞബ്ദുളുടെ കഥാപാത്രങ്ങളുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്ത ശ്രീ D മനോജ് വൈക്കം, അതേപോലെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. താങ്ക് യു സർ. വേദിയിൽ അടുത്തതായി സ്വതന്ത്ര ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ അധികരിച്ച് KNA ഖാദർ, അഹമ്മദ് പുന്നക്കൽ എന്നിവർ സംവദിക്കുന്നു. സ്വാഗത പ്രസംഗത്തിനു വേണ്ടി പ്രഭുദാസ് അവരെ ക്ഷണിക്കുന്നു.